ഹായ് നമസ്കാരം. ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. നമ്മളിപ്പോൾ നമ്മുടെ കുരുമുളക് തോട്ടത്തിൻ്റെ ഇറിഗേഷൻ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫുള്ളായിട്ടില്ല, പക്ഷേ നമ്മളിവിടെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തണം. പിന്നെ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും രീതിയിൽ മണ്ടത്തരമുണ്ടെങ്കിൽ അതും നമ്മളോട് ഇൻഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്പ്രിങ്ക്ലറും അതുപോലെ തന്നെ മിസ്റ്റൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ലൈനിൽ നമുക്ക് ഡസ്റ്റോ അങ്ങനത്തെ തടസ്സങ്ങളോ കരടോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ തന്നെ ഒരു 2.5 ഇഞ്ചിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു ഫിൽറ്ററാണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യണം. നമുക്ക് ഒരു ഇന്നും 2 ഔട്ടുമാണ് വരുന്നത്. അപ്പോൾ അടിയിലൊരു ഔട്ട് വരുന്നുണ്ട് ഇതിന്, അതുപോലെ സൈഡിൽ കൂടെ ഒരു ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലത്തെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് വെർട്ടിക്കൽ രീതിയിലാണ് ഈ ഒരു ഫിൽറ്റർ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും ഔട്ടും പ്രഷർ അറിയാൻ പറ്റുന്ന 2 പ്രഷർ മീറ്ററും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മൂന്നാമതായിട്ടൊരു വാൾവ് വരുന്നത് വാട്ടർ ബാക്ക്വാട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു വാൾവാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 വാൾവുള്ളൊരു സിസ്റ്റമാണിത്. അപ്പോൾ അത്യാവശ്യം ഹെവിയാണിത്. നമ്മുടെ പമ്പ് വന്നിട്ട് 3-ൻ്റെ പമ്പാണ്. അപ്പോൾ ഡെലിവറി പൈപ്പ് വന്നിട്ട് 2-ൻ്റെയാണ്, 2 ഇഞ്ച് സൈസാണ്. നമ്മളപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വാൾവിൽ കൂടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മളായിട്ട് 2.5 ഇഞ്ചിൻ്റെ ഫിൽറ്ററാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മോട്ടറിൻ്റെ കണക്ഷനാണ്, അതിൽ നിന്ന് ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററിൽ നിന്ന് നമ്മൾ നേരെ പോണത് വെർട്ടിക്കൽ സിലിണ്ടറിലേക്കാണ്. വെർട്ടിക്കൽ സിലിണ്ടറിൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ പറയാം. പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ പമ്പ് ഉപയോഗിക്കാതെ നമ്മുടെ സ്പ്രിങ്ക്ലറിനും അതുപോലെ തന്നെ മിസ്റ്റിനുമെല്ലാം പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത്. കണ്ട ഏകദേശം ഒരു 8 അടി ഹൈറ്റിലുള്ളൊരു സിലിണ്ടറാണ്. അതായത് 8 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 8 ഇഞ്ചിൻ്റെ പൈപ്പിലേക്കാണ് നമ്മൾ ഈ 2 ഇഞ്ചിൽ നിന്ന് വെള്ളം നമ്മൾ ചാടിച്ച് ഫുള്ള് ഈ പൈപ്പിൽ ഒരു സിറിഞ്ചിൻ്റെ രീതിയിലാണ് ഈ പൈപ്പ് വർക്ക് ചെയ്യണത്. അതായത് നമ്മളിതിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ മേളിൽ മോട്ടറിൽ നിന്നുള്ള പ്രഷറും കൂടെ വന്ന് അങ്ങനെ ഈ പൈപ്പിൽ ഒരു ചെറിയ പ്രഷർ കൊടുത്തിട്ട് ഈ പൈപ്പിൻ്റെ ഫുൾ വെയിറ്റിൽ വരുന്ന വെള്ളം നേരെ താഴത്തേക്ക് നമ്മുടെ സപ്ലൈ ലൈനിലേക്ക് 3 ഇഞ്ചിൻ്റെ സപ്ലൈ ലൈനിലേക്ക് വിടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. ആദ്യം ഒരു 3 അടി ഹൈറ്റിൽ നമ്മൾ ഒരു 6 ഇഞ്ച് പൈപ്പിൽ ചെയ്തു നോക്കി, വളരെ വിജയമായി മാറിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രഷർ പമ്പ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെഗും കൂടെ ഒരു മെറ്റൽ ലെഗ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു 2.5 ഇഞ്ചിൻ്റെ ഒരു മെറ്റൽ ലെഗ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു റിങ് കൊടുത്തിട്ടാണ് ഇത് സ്റ്റാൻഡ് ചെയ്യണത്. അപ്പോൾ മാക്സിമം നമ്മൾ സ്പിരിറ്റ് ലെവൽ ചെയ്തിട്ട് നിർത്താൻ ശ്രമിക്കുക. കാരണം ഒരേ രീതിയിൽ ഇതിൻ്റെ വെയിറ്റ് ഡെലിവറി ആവണം. അതിന് വേണ്ടിയിട്ട് സ്പിരിറ്റ് ലെവൽ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. നമുക്ക് നല്ലൊരു പ്രഷർ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഔട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്കിതിൻ്റെ കൃത്യമായ പ്രഷർ അറിയാൻ കഴിയുക. എന്തായാലും നമ്മളിതിൽ മുന്നേ ചെറിയ സിസ്റ്റം ചെയ്തതിൽ നല്ല പ്രഷർ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 8 അടിയിൽ നമ്മൾ ഇങ്ങനൊരു പ്രഷർ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആണ് ഈ സപ്പോർട്ടിംഗ് ലെഗ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു 7 അടി ഹൈറ്റിൽ നമ്മൾ സപ്പോർട്ടിംഗ് ലെഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടിയിൽ ഇതിന് കോൺക്രീറ്റ് തുറപ്പിച്ചിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇതിലേക്ക് വെള്ളം വീഴുമ്പോൾ എയർ തള്ളലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോൺക്രീറ്റിംഗ് കൂടെ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ബലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ 8 ഇഞ്ചിൻ്റെ പൈപ്പിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അണ്ടർ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു 8-ൻ്റെ കമ്പി ബെൻഡ് ചെയ്ത് കൊടുത്തേക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രഷർ താങ്ങാൻ ഇതിന് കപ്പാസിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിതൊക്കെ പരീക്ഷണമാണ്. നമുക്കിതിൻ്റെ വിജയം എത്രമാത്രം കണ്ട് അറിയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പ്രഷർ കാര്യങ്ങളൊക്കെ 100% കൂടുന്നത് നമുക്ക് ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിക്കുമ്പോൾ വരുന്ന എക്സ്ട്രാ കറണ്ട് ബില്ല് കൂടെ നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് നാച്ചുറൽ പ്രഷറാണ് നമ്മൾ ഇതിൽ കൂടെ ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു പവർ സപ്ലൈയുടെ ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ നമുക്കൊരു സപ്പോർട്ടീവായിട്ട് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ലഭിക്കും.
അപ്പോൾ നമുക്ക് ഈ ഒരു പ്രഷർ സിസ്റ്റം നാച്ചുറൽ പ്രഷറിലുള്ള ഒരു സിസ്റ്റം ചെയ്യണതിന് നമുക്ക് ഏകദേശം ഒരു 2000 രൂപയുടെ താഴെ മാത്രമാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ സപ്പോർട്ടിംഗ് ലെഗ് സ്ട്രോങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രഷറിൽ ഇതൊക്കെ ഇളകി പ്രഷർ അടിച്ച് താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ടിംഗ് ലെഗൊക്കെ കറക്റ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ടോടുകൂടെ നമുക്ക് വാട്ടർ ഡെലിവറി സുഗമമാക്കാൻ പറ്റുള്ളൂ കേട്ടോ. സാധാ ലൈനിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ചെയ്യണതും ഇതിൽ കൂടെ പ്രഷർ കൊടുത്തിട്ട് ചെയ്യുന്നതായിട്ടുള്ള രണ്ടിൻ്റെയും വീഡിയോ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും ആ വീഡിയോയിൽ കാണാം. അടുത്ത നെക്സ്റ്റ് വീഡിയോ നമ്മുടെ അതാണ് വരുന്നത്. ഫുൾ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ രീതിയിലാണ് പ്ലംബിങ് ചെയ്തതെന്നുള്ള വീഡിയോകളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും രീതിയിൽ വീഡിയോ കാണുന്നവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഐഡിയ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മളതിന് മറുപടി തരാൻ തയ്യാറുമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക.